കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനം. പിടികൂടിയതിന് ശേഷം ആനയെ ചികിത്സയ്ക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകും. അരുൺ പൂപ്പറമ്പ് അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അതിനു മുമ്പ് ഒരു ചില പ്രതികരണങ്ങളിലേക്കും. നമ്മളിപ്പോൾ ആനയെ പരിശോധിച്ചു. രാവിലെ മുതൽ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ആനയുടെ താടിയെല്ല്, കീഴ്ത്താടിയെല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശവും ലഭിച്ചിരിക്കുന്നത് ആനയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി പറ്റാവുന്ന ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അരുൺ പൂപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, ഇപ്പോഴും ഈ ആന ആ മേഖലയിൽ, ആ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? മയക്കുവെടി വെക്കാനുള്ള സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ? ആ ഓപ്പറേഷനിലേക്ക്, ആ നടപടിയിലേക്ക് ഉടൻ വനം വകുപ്പ് കടക്കുമോ? വിജയകുമാർ, ആന ഇപ്പോഴും കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിലാണുള്ളത്. ഇവിടെ വീടുകളെല്ലാം ഉള്ള അതേ പ്രദേശത്ത് തന്നെയാണ്. അവിടെ ഒരു റബ്ബർ തോട്ടത്തിലാണ് ആനയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആന അനങ്ങാതെ ആ റബ്ബർ തോട്ടത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മയക്കുവെടി, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ച് അത് സാധ്യമാവുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആനയെ തുരത്താൻ ഉള്ള, അതായത് വനമേഖലയിലേക്ക് തുരത്തുക എന്ന ഒരു ദൗത്യം ആരംഭിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലൊക്കെ പോയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് പ്രായോഗികമല്ല. ഇത്രയും ദൂരം ആനയെ തുരത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ മയക്കുവെടി വെച്ച് പിടികൂടി ആനക്ക് ചികിത്സ നൽകുക എന്നതാണ്. കീഴ്ത്താടിയെല്ലാം ആനയുടെ പൊട്ടിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതെങ്ങനെ പൊട്ടി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. ആ മുറിവിനെന്തായാലും ഏറെ പഴക്കമില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണി മുതൽ ഈ ആന ഇങ്ങനെ ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഈ ആറളം ഫാമിൽ നിന്നാണ് ഈ ആന വന്നത്. അവിടെ ഈ തുരത്തൽ നടപടിയുടെ ഭാഗമായി കൂട്ടം തെറ്റി ആദ്യം കീഴ്പള്ളി മേഖലയിലെത്തി, പിന്നീട് വെളിമാനം, അതോടൊപ്പം തന്നെ സഞ്ചരിച്ച് ഇപ്പോൾ ഈ കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിലാണ് ആന എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആനയെ കാണാം. അവിടെ റബ്ബർ തോട്ടത്തിൽ അനങ്ങാതെ നിൽക്കുകയാണ്. അല്പസമയം മുമ്പ് ആന ഈ മുറിവുണ്ടായതുകൊണ്ട് തന്നെ ആന വയലൻ്റ് ആയിരുന്നു. ആന ഈ പല ഘട്ടങ്ങളിലും അക്രമകാരിയെ പോലെ ഉള്ളൊരു സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ പാഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോഴെന്തായാലും ഇടയ്ക്കിടെ ആനക്ക് പൈപ്പിലൂടെ വെള്ളമടിച്ച്, ദേഹത്ത് വെള്ളമടിച്ച് നൽകുന്നുണ്ട്. ആ സമയത്ത് ആന അനങ്ങാതെ നിൽക്കും. എന്തായാലും മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശോധനകളൊക്കെ നടത്തി. ആനയുടെ ആരോഗ്യസ്ഥിതി എന്തായാലും ഗുരുതരമാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം സർവൈവൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. വയനാട്ടിൽ നിന്നുള്ള സംഘം വരുന്നതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവരുടെ പ്രത്യേക സംഘം, RRTയുടെ പ്രത്യേക സംഘം ഇവിടെ എത്തണം. ഡോക്ടർമാർ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് എന്തായാലും കടക്കും. മയക്കുവെടി വെച്ചതിന് ശേഷം ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ വയനാട്ടിലെ വെറ്റിനറി ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. അപ്പോഴും വനം വകുപ്പ് കണ്ണൂരിലെ കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിൽ ആ ആന ഇപ്പോഴും തുടരുകയാണ്. അതിനെ മയക്കുവെടി വെച്ച് പിടികൂടും. അതിനുശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകും. അത് കാഴ്ചയിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ അത് എത്രത്തോളം സർവൈവ് ചെയ്യും, അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.